So, welcome to module 2 air pollution. Okay. In this module, we are going to discuss about major regions of atmosphere and the major air, what is mean by air pollution, major air pollutants, and the consequences of air pollutions like global warming, acid rain, etc. And then control of air pollution, then some airborne diseases and its symptoms, causes, etc. Okay, so we want to study more about air pollution. Before discussing about air pollution, we want to know about atmosphere. നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, എന്താ atmosphere എന്ന് പറഞ്ഞാൽ it is the protective cover of gases. Protective cover of gases. It is the protective cover of gases that surrounds the earth. എർത്തിനെ കവർ ചെയ്തിരിക്കുന്ന ആ പ്രൊട്ടക്റ്റീവ് ലെയറിനെ പറയുന്ന ഗ്യാസിൻ്റെ ലെയറിനെ പറയുന്ന പേരാണ് അറ്റ്മോസ്ഫിയർ. ഇറ്റ് ഈസ് ദ പ്രൊട്ടക്റ്റീവ് കവർ ഓഫ് ഗ്യാസസ് ദാറ്റ് സറൗണ്ട്സ് ദ എർത്ത്. ആൻഡ് വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് ദിസ് അറ്റ്മോസ്ഫിയർ? ഇറ്റ് സസ്റ്റെയിൻ ലൈഫ് ഓൺ എർത്ത്. നമ്മളുടെ ജീവിതം സാധ്യമായിട്ടുള്ളത് ഓൺലി ബിക്കോസ് ഓഫ് ദിസ് അറ്റ്മോസ്ഫിയർ. ഇറ്റ് സസ്റ്റെയിൻ life on earth by absorbing harmful radiations and maintaining thermal balance. ഇതാണ് മേജർ functioning എന്ന് പറയുന്നത് അല്ലേ, by absorbing harmful radiations and maintaining thermal balance, and also it provides oxygen, nitrogen, etc. for animals and human beings. So that is atmosphere, protective cover of gases that surround earth. It sustains life on earth by protecting us from harmful radiation, by providing thermal balance and supplying oxygen, nitrogen, etc., carbon dioxide, etc. for the growth of animals, plants and human beings. So we familiar with the word atmosphere എന്താ നമുക്കറിയാം അല്ലേ. Now we want to study the regions of atmosphere. നമുക്കറിയാം ഒരു പ്രൊട്ടക്റ്റീവ് കവറാണ് അല്ലേ. ഈ കവറിനെ നമ്മൾ 5 റീജിയൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ റീജിയൻസ് ഓഫ് അറ്റ്മോസ്ഫിയർസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 5 കോൺസെൻട്രിക് റീജിയൻസ്. ആൻഡ് ദേ ക്യാൻ ബി ഡിഫറൻഷിയേറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിൻ്റെ ബേസിസിൽ നമുക്ക് ഇവരെ ക്ലാസിഫൈ ചെയ്യാം. ആൻഡ് അതർ ക്യാരക്ടറിസ്റ്റിക്സ്, അവരുടെ ഏതൊക്കെയാണ് അവിടെയുള്ള ഗ്യാസസ് എന്നതിനനുസരിച്ചിട്ട് അറ്റ്മോസ്ഫിയറിനെ 5 കോൺസെൻട്രിക് റീജിയൻസ് ആയിട്ട് നമ്മൾ എന്താ കോൺസെൻട്രിക് എന്ന് പറഞ്ഞാൽ അടുത്തടുത്തായിട്ട് അങ്ങനെ 5 റീജിയൻ ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് ആദ്യത്തെ ആളാണ് ട്രോപ്പോസ്ഫിയർ. The first layer is termed as troposphere. അപ്പോൾ എന്താ ട്രോപ്പോസ്ഫിയർ എന്ന് നമുക്ക് നോക്കാം. നോക്കൂ, ഇവിടെ നമ്മളുടെ സീ ലെവലാണ് വിചാരിച്ചോളൂ. ഇത് സീ ആണ് കാണിക്കുന്നത്. ഓക്കെ, ദെൻ ഇത് പോളാർ റീജിയൻ ആണ്, ഇത് ഇക്വേറ്റർ ആണ് വിചാരിക്കും. ഓക്കെ, എന്തുകൊണ്ട് ഇങ്ങനെ രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭൂമി എന്ന് പറയുന്നത് ഇങ്ങനെ ശരിക്കും സ്പെരിക്കൽ ഷേപ്പ് അല്ല, ഒരു എലിപ്റ്റിക്കലാണ് അല്ലേ. അപ്പോൾ ഈ സീ ലെവലിൽ നിന്ന് ഒരു 8 കിലോമീറ്റർ ഹൈറ്റ് വരെ, 8 കിലോമീറ്റർ ഹൈറ്റ് പോളാറെന്നും ഇക്വേറ്ററിൽ നിന്ന് ഏകദേശം ഒരു 18 കിലോമീറ്റർ ഹൈറ്റ് വരെയുള്ള ഈ റീജിയൻ നോക്കൂ, ഈ റീജിയനെ പറയുന്ന പേരാണ് ട്രോപ്പോസ്ഫിയർ. So what is troposphere? It is the lowest layer. Atmosphere ഇത് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ അറ്റ്മോസ്ഫിയർ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുകയാണേ. സോ ഇറ്റ് ഈസ് ദ ഏറ്റവും താഴെയുള്ള ലെവലാണ്. ഇറ്റ് ഈസ് ദ ലോവസ്റ്റ് ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ വിച്ച് ഈസ് extends to a height of 8 kilometer at poles and 18 kilometers at equator. So I repeat, what is troposphere? It is the lowest layer of atmosphere which extends 8 kilometer at poles and 18 kilometer at the equator. So ഈ റീജിയനെ പറയുന്ന പേരാണ്, ആ ലോവസ്റ്റ് ലെയറിനെ പറയുന്ന പേരാണ് ട്രോപ്പോസ്ഫിയർ. So next we can check what are the characteristics. അപ്പോൾ എന്താ ട്രോപ്പോസ്ഫിയർ മനസ്സിലായില്ലേ? ഫസ്റ്റ് റീജിയൻ ആണ്, ലോവസ്റ്റ് റീജിയൻ ആണ് ട്രോപ്പോസ്ഫിയർ. Then what are the characteristics?
ഇവിടെയാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള 80-90% ഗ്യാസസും റിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ള നൈട്രജൻ, ഓക്സിജൻ, അതിൻ്റെ 80-90% ഗ്യാസസ് ഉള്ളത് ഈ ട്രോപ്പോസ്ഫിയർ ആണ്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുന്തോറും ഗ്യാസിൻ്റെ എമൗണ്ട് കുറഞ്ഞു വരിക ചെയ്യുന്നത്. സോ 80-90% ഓഫ് ഗ്യാസസ് ആർ റിസൈഡ്സ് ഇൻ ദി troposphere. And also in troposphere, as the height increases, temperature decreases. ഹൈറ്റ് കൂടുന്തോറും ടെമ്പറേച്ചർ ഇങ്ങനെ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ ട്രോപ്പോസ്ഫിയർ ആസ് ഹൈറ്റ് ഇൻക്രീസസ്, ടെമ്പറേച്ചർ ഡിക്രീസസ്. ആൻഡ് ദെൻ 80-90% ഗ്യാസസ് ആണ് പറഞ്ഞു. ആരൊക്കെയാണ് മേജർ ഗ്യാസസ്? നൈട്രജൻ ആൻഡ് ഓക്സിജൻ, അതാണ് മേജർ ഗ്യാസസ്. നൈട്രജൻ ആൻഡ് ഓക്സിജൻ ആൻഡ് സം എമൗണ്ട്സ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡും ആർഗണും കണ്ടുവരുന്നുണ്ട്. ആൻഡ് ട്രേസ് എമൗണ്ട്സ് ഓഫ് ഹീലിയം, നിയോൺ, മീതെയിൻ എക്സെട്ര. സോ മോസ്റ്റ് അബണ്ടൻ്റ് ആയി കാണുന്നത് നൈട്രജൻ ആൻഡ് ഓക്സിജൻ, സം എമൗണ്ട്സ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഓർഗൺ, ആൻഡ് ട്രേസ് എമൗണ്ട്സ് ഓഫ് ഹീലിയം, നിയോൺ, മീതെയിൻ. ഓക്കെ, ദെൻ നമുക്കറിയാം ദ ട്രോപ്പോസ്ഫിയർ, അവിടെയാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. സോ ഹിയർ ദ ട്രോപ്പോസ്ഫിയർ വേർ ദ ലിവിങ് ഓർഗാനിസംസ്, എല്ലാ ജീവനുള്ള വസ്തുക്കളും എക്സിസ്റ്റ് ചെയ്യുന്നത് ഈ ട്രോപ്പോസ്ഫിയറിലാണ്. ദ ട്രോപ്പോസ്ഫിയർ in which all the living organism exist. And here ഇവിടെയാണ് വിൻഡ് ഫോം ചെയ്യുന്നത് ആൻഡ് ക്ലൗഡ് ഫോർമേഷൻ. വിൻഡ് ഫോർമേഷനും ക്ലൗഡ് ഫോർമേഷനും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ഈ ട്രോപ്പോസ്ഫിയറിലാണ്. ഓക്കെ, സോ ലിവിങ് തിങ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. 80-90% ഗ്യാസസും ട്രോപ്പോസ്ഫിയറിലാണ്. ആൻഡ് ഇൻ ട്രോപ്പോസ്ഫിയർ ആസ് ഹൈറ്റ് ഇൻക്രീസസ്, ടെമ്പറേച്ചർ ഡിക്രീസസ്, ആൻഡ് ദീസ് ആർ ദ മേജർ കൺസ്റ്റിറ്റ്യൂന്റ് ഗ്യാസസ് ഇൻ ട്രോപ്പോസ്ഫിയർ. ആൻഡ് ഹിയർ ദ ലിവിങ് ഓർഗാനിസംസ് എക്സിസ്റ്റ് ആൻഡ് വിൻഡ് ഫോർമേഷൻ ആൻഡ് ക്ലൗഡ് ഫോർമേഷൻ വിൽ ഒക്കർ ഇൻ ദിസ് റീജിയൻ. സോ ദാറ്റ്സ് അബൌട്ട് ട്രോപ്പോസ്ഫിയർ. ആൻഡ് അപ്പോൾ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പഠിച്ചു. ആസ് ഹൈറ്റ് ഇൻക്രീസസ്, ടെമ്പറേച്ചർ ഇൻക്രീസസ്. ആൻഡ് ഇനി ആരൊക്കെയാണ് മെയിൻ കൺസ്റ്റിറ്റ്യൂൻസ് എന്ന് നോക്കാം. ദ മെയിൻ കൺസ്റ്റിറ്റ്യൂൻസ് ഓഫ് സ്ട്രാറ്റോസ്ഫിയർ ആർ നൈട്രജൻ, ഓക്സിജൻ, ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ഓസോൺ. ഇയാളാണ് ഓസോൺ, O3 കേട്ടോ. O2 ഓക്സിജൻ്റെ ഏട്ടനാണ് ഓസോൺ, O3 ആണ് ഓസോൺ. ഓക്കെ, സോ ദ മേജർ കൺസ്റ്റിറ്റ്യൂൻസ് ആർ നൈട്രജൻ, ഓക്സിജൻ, ഓസോൺ ആൻഡ് വാട്ടർ വേപ്പർ. ഓക്കെ, സോ നമുക്ക് മനസ്സിലായി ഓസോൺ അവിടെ ഉണ്ടെന്നല്ലേ. നിങ്ങളെല്ലാവരും ഓസോൺ അംബ്രല്ല കേട്ടിട്ടുണ്ടോ? ഉണ്ടായിരിക്കും അല്ലേ. ഓസോൺ അംബ്രല്ല ഒരു പ്രൊട്ടക്റ്റീവ് കവറാണ്. ദാറ്റ് ഈസ് ദ പ്രൊട്ടക്റ്റീവ് കവർ ഓഫ് ഓസോൺ ഇൻ ദ സ്ട്രാറ്റോസ്ഫിയർ ഇസ് കോൾഡ് ആസ് ഓസോൺ അംബ്രല്ല. ഓക്കെ, ഒരു അംബ്രല്ലയായിട്ട് ആക്ട് ചെയ്യാണ്. എന്താ ഈ അംബ്രല്ലയുടെ കാര്യം? ഇത് എന്തിൽ നിന്നാണ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുന്നത്? ഇറ്റ് പ്രൊട്ടക്ട്സ് അസ് ഫ്രം ദ ഹാംഫുൾ UV റേഡിയേഷൻസ്. നമ്മളുടെ സണ്ണിൽ നിന്ന് വളരെ കുറേ റേഡിയേഷൻസ് വരുന്നുണ്ട്. IR, UV, വിസിബിൾ ഒക്കെ വരുന്നുണ്ട്. അതിൽ നിന്നുള്ള ഹാംഫുൾ ആയിട്ടുള്ള UV റേഡിയേഷൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഈ ഓസോൺ ആണ്. സ്ട്രാറ്റോസ്ഫിയറിൽ നിറയെ ഓസോൺ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സണ്ണിൽ നിന്ന് ഇങ്ങോട്ടേക്ക് റേഡിയേഷൻസ് വരുമ്പോൾ ഇവിടെ വെച്ചിട്ട് ഓസോൺ അവരെ പറഞ്ഞയക്കും. ഓക്കെ, അല്ലെങ്കിൽ ഓസോൺ അവിടെ ആക്ച്വലി അതുമായിട്ട് റിയാക്ട് ചെയ്യുക ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, നമ്മളിവിടെ ഈ ട്രോപ്പോസ്ഫിയറിലാണ് ഇരിക്കുന്നത്, അവിടേക്ക് ഒരിക്കലും ആ UV റേഡിയേഷൻസ് എത്തുന്നില്ല. ഇനി എന്താ ഇപ്പോൾ പ്രശ്നം? UV എത്തിക്കഴിഞ്ഞാൽ UV എന്ന് പറയുന്നത് ഹൈ എനർജറ്റിക് റേഡിയേഷൻസ് ആണ്. ആൻഡ് ദാറ്റ് വിൽ ലീഡ്സ് ടു സ്കിൻ ക്യാൻസർ ഉണ്ടാക്കും. ആൻഡ് ഇറ്റ് വിൽ ലീഡ്സ് ടു ബ്ലൈൻഡ്നെസ്, കണ്ണ് ഇതാവും. ദെൻ ക്യാൻ കോസ് അതർ ക്യാൻസേഴ്സൊക്കെ കാരണമാവും UV റേഡിയേഷൻസ്. നമ്മളിങ്ങനെ ഈ ഗ്രഹണം ഉണ്ടാകുന്ന സമയത്ത്, അതായത് സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ സൂര്യനെ നേരിട്ട് നോക്കരുതെന്ന് പറയില്ലേ. അതിനെന്താ കാരണം? അപ്പം മാത്രമൊന്നുമല്ല, എപ്പോഴും നമ്മൾ സൂര്യനെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് പോകും. ഗ്രഹണ സമയത്ത് എന്താ വെച്ചാൽ ഈ സൂര്യനിലൊക്കെ അതിൻ്റെ ആ ഇൻറ്റൻസിറ്റി വളരെ കുറവായിരിക്കും. കാരണം ഇങ്ങനെ ചന്ദ്രൻ ഇതിൻ്റെ നിഴൽ വന്ന് ഇവിടെ മറയ്ക്കുന്നത് കൊണ്ട് അത്ര ഇൻറ്റൻസ് ആവില്ല. അപ്പം നമുക്ക് നന്നായി നോക്കാൻ പറ്റും. അല്ലെങ്കിൽ നോക്കി നോക്കൂ, നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് നോക്കിയിട്ട് സണ്ണിനെ നോക്കാൻ പറ്റിച്ച് നമുക്ക് പറ്റില്ല. അതിൻ്റെ ഇൻറ്റൻസിറ്റി കാരണം നമ്മളെ കണ്ണ് തനിയെ അടഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ ഒരു സമയത്തും നമ്മൾ നേരിട്ട് നോക്കാൻ പാടില്ല. ഗ്രഹണ സമയത്ത് എന്താ വെച്ചാൽ നമുക്കൊരു ടെൻഡൻസി ഉണ്ട് അത് നോക്കാൻ. പിന്നെ നമുക്ക് ഈസി ആയിട്ട് നോക്കാനും പറ്റും. അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറവ്, കാരണം മറ്റത് വന്ന് മറച്ചത് കൊണ്ട് അതിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ കുറവായിരിക്കും. അപ്പോൾ എപ്പോഴും സണ്ണിൽ നിന്ന് ഈ റേഡിയേഷൻസ് വരും, ഒരിക്കലും നിങ്ങൾ നോക്കാൻ പാടില്ല.
ഓക്കെ, സോ എന്താ പറഞ്ഞു വന്നത്, അപ്പോൾ നമ്മളുടെ സ്ട്രാറ്റോസ്ഫിയറിൽ ഓസോൺ ഉണ്ട് കേട്ടോ. അപ്പോൾ ചില സമയത്ത് ഓസോൺ അപ്പോൾ നിങ്ങൾക്ക് തോന്നും പിന്നെ എങ്ങനെ അവിടേക്ക് യു വി എത്തണമെന്നല്ലേ. ഓസോണിൻ്റെ എമൗണ്ട് കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ സ്ട്രാറ്റോസ്ഫിയറിൽ. അപ്പോൾ എന്ത് ചെയ്യും, യു വി റേഡിയേഷൻസ് നമ്മുടെ കണ്ണിലേക്ക് വരും. ഓക്കെ, അതുകൊണ്ടാണ് ഡയറക്റ്റായി നോക്കരുത് എന്ന് പറയുന്നത്. അപ്പോൾ ഓസോൺ ആവശ്യത്തിനുണ്ടായിരുന്നെങ്കിൽ നമുക്ക് പ്രശ്നമില്ലായിരുന്നു. സോ വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ഓസോൺ അംബ്രല്ല? ഇറ്റ് പ്രൊട്ടക്ട്സ് ദ ലിവിങ് തിങ്സ് ഇൻ ദ ട്രോപ്പോസ്ഫിയർ ഫ്രം ഹാംഫുൾ യു വി റേഡിയേഷൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കും. ഓസോണിൽ ഹോള് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അല്ലേ, ആ അംബ്രല്ലയ്ക്ക് ഒരു ഹോള് വന്നുകൊണ്ടിരിക്കുകയാണ് ബിക്കോസ് ഓഫ് ദ. So that's about stratosphere. So what is stratosphere? It's just above the troposphere, extend up to 50 kilometer, and in this region as the height increases ഇവിടെ എന്തുകൊണ്ടാണ് പറഞ്ഞില്ല അല്ലേ, ടെമ്പറേച്ചർ കൂടാനുള്ള കാരണം ഈ റീജിയനിൽ ഇവിടെ വെച്ചിട്ടാണ് യു വി റേഡിയേഷൻസിനെയൊക്കെ അബ്സോർബ് ചെയ്യുന്നത് അല്ലേ. അതുകൊണ്ടാണ് ഈ റീജിയനിൽ ടെമ്പറേച്ചർ കൂടുന്നത്. ഈ ഹാംഫുൾ ആയിട്ടുള്ള ഹീറ്റ് പ്രൊഡ്യൂസിങ് റേഡിയേഷൻസിനെ ഇവിടെ അബ്സോർബ് ചെയ്യുന്നത്, അത് ഇവിടെ ഇങ്ങനെ അക്കുമുലേറ്റ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ടാണ് ഈ റീജിയണിൽ എന്ത് സംഭവിക്കുന്നത്, ടെമ്പറേച്ചർ കൂടുന്നത്. ഓക്കെ, then it contains major constituents like nitrogen, oxygen, ozone, and here in this stratosphere ozone shield or ozone umbrella is there. Okay, and what is that ozone umbrella? It is the protective layer of ozone that protects us from the harmful UV radiations. So that's about the stratosphere. And next we have another layer, the third layer, that is termed as mesosphere. The third layer is termed as mesosphere. അപ്പോൾ എന്താ mesosphere എന്ന് പറഞ്ഞു വെച്ചാൽ, ട്രോപ്പോസ്ഫിയർ തേർഡ് ലെയർ ആണ്. ജസ്റ്റ് സ്ട്രാറ്റോസ്ഫിയറിൻ്റെ മുകളിൽ നിന്ന് ഒരു 80 കിലോമീറ്റർ, സീ ലെവലിൽ നിന്ന് 80, സോ ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും, 80 കിലോമീറ്റർ. It is the layer just above the stratosphere, extend up to 80 kilometer from the sea level. So ഇതൊരു 30 കിലോമീറ്റർ ഉള്ളൂ അല്ലേ, ബട്ട് ഇറ്റ് ഈസ് ഫ്രം 80 to ഫ്രം സീ ലെവൽ 80 കിലോമീറ്റർ ഹൈറ്റിൽ വരെയുള്ള ലെവലിനെ പറയുന്ന പേരാണ് മിസോസ്ഫിയർ. ഇറ്റ് ഈസ് ദ ലെയർ ജസ്റ്റ് എബവ് ദ സ്ട്രാറ്റോസ്ഫിയർ, എക്സ്റ്റെൻസ് അപ് ടു 80 കിലോമീറ്റർ. സോ ഇവിടുന്ന് മുതൽ ഇവിടെ വരെയുള്ള ഹൈറ്റ് 80 ആണ്, 80 കിലോമീറ്റർ ഫ്രം സീ ലെവൽ. ഓക്കെ, സോ here it contains the major constituents like nitrogen, oxygen, ozone. ഇത് തന്നെയാണ് കൂടുതൽ, പക്ഷേ ഓസോണിൻ്റെ കോൺസെൻട്രേഷൻ ഏറ്റവും കൂടുതലുള്ളത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഇവിടെയും ടെമ്പറേച്ചർ ഫോൾസ് ടു -100 ഡിഗ്രി സെൽഷ്യസ് വിത്ത് ഇൻക്രീസിങ് ടെമ്പറേച്ചർ. ഇവിടെ നമുക്ക് മനസ്സിലായി -55 എന്ന് +5 ആയി അല്ലേ, പിന്നെ +5 വീണ്ടും കുറയും, 4 ആവും, 3 ആവും, 2 ആവും, 0 ആവും, പിന്നെ അങ്ങനെ മൈനസ് പോയിട്ട് ഒരു -100 ഡിഗ്രി സെൽഷ്യസ് വരെ ഇവിടെ ടെമ്പറേച്ചർ കുറയും. സോ ആസ് ഹൈറ്റ് ഇൻക്രീസസ് ടെമ്പറേച്ചർ ഡിക്രീസസ് ഇൻ ദിസ് റീജിയൻ. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് mesosphere. It is just above the stratosphere, extend up to 80 kilometer from the sea level, and these are the major gases. Here as height increases, temperature increases, and it falls to a value of -100 degrees Celsius. And the next layer is അയണോസ്ഫിയർ. എന്താണ് അയണോസ്ഫിയർ? അപ്പോൾ നമ്മൾ 3 ലെയർ പഠിച്ചു, ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, ഇതേതായിരുന്നു, മിസോസ്ഫിയർ അല്ലേ, മിസോസ്ഫിയർ. ആൻഡ് ദ അയണോസ്ഫിയർ ഇസ് ദ 4th ലെയർ ആൻഡ് ഇറ്റ് എക്സ്റ്റെൻഡഡ്, ഇതുവരെ 80 കിലോമീറ്റർ ആണല്ലേ, അതുമുതൽ ഒരു 500 കിലോമീറ്റർ നമ്മുടെ സീ ലെവലിൽ നിന്ന് ഒരു 500 കിലോമീറ്റർ വരെ, എവിടുന്ന് മുതൽ 80 to 500, ഈ റീജിയനെ പറയുന്ന പേരാണ് അയണോസ്ഫിയർ. The region just above the mesosphere and extends up to a height of 500 kilometer from sea level is called as ionosphere. Mesosphere just മുകളിലായിട്ട് സീ ലെവലിൽ നിന്ന് 500 കിലോമീറ്റർ വരെ എക്സ്റ്റെൻഡ്, ഈ 80 മുതൽ 500 കിലോമീറ്റർ വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ആ റീജിയനെ പറയുന്ന പേരാണ് അയണോസ്ഫിയർ. ഓക്കെ, ദെൻ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് in ionosphere? That is 4th layer ആണ് പറഞ്ഞു. ഇറ്റ് കണ്ടെയ്ൻസ് ദ മേജർ കൺസ്റ്റിറ്റ്യൂൻ്റ് ആസ് അയോൺസ്. പേരിന് തന്നെ കാരണം അവിടെ അയോൺസ് ആണുള്ളത്. അയോൺസ് ലൈക്ക് O2+, O+, NO+, നൈട്രജൻ്റെ ഓക്സൈഡാണ്. അങ്ങനെ ഈ പ്ലസ് ഉള്ളവരെയാണ് നമ്മൾ അയോൺസ്. പ്ലസും മൈനസും ഉള്ളവരാണ്, ചാർജാണ്. പ്ലസ് എന്ന് പറഞ്ഞാൽ ചാർജ്, മൈനസ് ചാർജ്, അവരെയാണ് നമ്മൾ അയോൺസ് എന്ന് പറയുന്നത്. ഓക്കെ,
ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നവരെ നമ്മൾ ആറ്റം എന്ന് പറയും. പ്ലസും മൈനസും ഒക്കെ ഉള്ളവരെ നമ്മൾ അയോൺസ് എന്നാണ് പറയുക കേട്ടോ. സി അയോണോസ്ഫിയറിൽ എന്താ ഉള്ളത്? അയോൺസ് ആണ്. പക്ഷേ ഇവിടെയൊക്കെ നോക്കും നമ്മൾ ആറ്റംസ് മോളിക്യൂൾസ് ഒക്കെയാണ് നമ്മൾ ഇവിടെ എഴുതിയത്. ഇവർക്കൊന്നും ചാർജ് ഇല്ല. അയണോസ്ഫിയേഴ്സിൻ്റെ പ്രത്യേകത ദാറ്റ് കണ്ടെയ്ൻസ് അയോൺസ് സച്ച് ആസ് O2+, O+, NO+, etc. ആൻഡ് സോ ദ നെയിം അയണോസ്ഫിയർ, അയോൺസ് ഉള്ള റീജിയൻ ആയതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്ത് പറയുന്നത്? അയണോസ്ഫിയർ എന്ന് പറയുന്നത്. ദെൻ ഹൗ ദീസ് അയോൺസ് ഫോം ഹിയർ? അവിടെ സാധാരണ ഓക്സിജനും നൈട്രിക് ഓക്സൈഡും ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ സണ്ണിൽ നിന്ന് വരുന്ന ഹൈ എനർജി റേഡിയേഷൻസ് ആണ് ഈ ആറ്റത്തിനൊക്കെ അയോണാക്കി മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ സണ്ണിൽ നിന്ന് നേരിട്ട് ആ റീജിയനിലേക്ക് കിട്ടുമ്പോൾ ആറ്റം എല്ലാം മാറിയിട്ട് അയോണായി മാറുന്നു. സോ ദാറ്റ് ഈസ് ദെയർ എക്സിസ്റ്റൻസ് ഇൻ ദി അയണോസ്ഫിയർ. ആൻഡ് ഓൾസോ ഇവരുടെ പ്രത്യേകത എന്താ വെച്ചാൽ ദാറ്റ് വിൽ പ്രൊട്ടക്റ്റ് അസ് ഫ്രം ദി ഹാംഫുൾ കോസ്മിക് റേസ്. ഹൈ എനർജി ആയിട്ടുള്ള റേസ് ആണ് കോസ്മിക് റേസ്. അത് നമ്മളുടെ സർഫസിലേക്ക് എത്താതെ മറ്റ് ലെയറിലേക്ക് വരാതെ പ്രിവെൻറ്റ് ചെയ്ത് നിൽക്കുന്നത് ഈ അയോൺസ് ആണ്. ഈ അയോൺസ് എല്ലാം ഈ സണ്ണിൽ നിന്നും വരുന്ന കോസ്മിക് റേസിനെ പ്രിവെൻറ്റ് ചെയ്ത് നിർത്തും. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ദെൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു കാര്യമുണ്ട്. ഇവിടെ നമ്മുടെ ഈ അയോണോസ്ഫിയർ അവിടെ ഉണ്ടായത് കാരണമാണ് ഇവിടെ റേഡിയോ സിഗ്നൽ ട്രാൻസ്മിഷൻസ് നടക്കുന്നത്. അറിയാം, ഓരോ റേഡിയോ സ്റ്റേഷനിൽ നിന്നും റേഡിയോ വേവ്സിനെ നമ്മളുടെ അറ്റ്മോസ്ഫിയറിലേക്ക് വിടും. ഈ റേഡിയോ വേവ്സിൻ്റെ പ്രത്യേകത പറഞ്ഞു വെച്ചാൽ നല്ല വേവ് ലെങ്ത് വളരെ കൂടുതലാണ്. വേവ് ലെങ്ത് കൂടുക പറഞ്ഞു വെച്ചാൽ കൂടുതൽ ദൂരം അവർക്ക് സഞ്ചരിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ അവർ സഞ്ചരിച്ച് ഈ 100 to 500 റീജിയനിലൊക്കെ എത്തും. അവിടെയുള്ള ഈ അയോൺസ് എന്ത് ചെയ്യും? പുറത്തേക്ക് പോകണ്ട പറഞ്ഞിട്ട് ഈ റേഡിയോ സിഗ്നൽസിനെ ഇങ്ങോട്ടേക്ക് റിഫ്ലക്റ്റ് ചെയ്യും. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് റിഫ്ലക്റ്റ് ചെയ്യും. അങ്ങനെയാണ് ഈ റേഡിയോ വേവ്സ് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ട്യൂൺ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് നമ്മൾ പുറത്ത് വിടുന്ന റേഡിയോ സിഗ്നൽസിനെ നമ്മുടെ ഭൂമിയുടെ മറ്റേത് പാർട്ടിൽ നിന്ന് നമുക്ക് കിട്ടാൻ പറ്റുന്നത് ഈ റേഡിയോ വേവ്സ് അയോണോസ്ഫിയറിൽ വന്നിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് ബാക്ക് ഭൂമിയിലേക്ക് തന്നെ വരുന്നു. അങ്ങനെ റേഡിയോ സിഗ്നൽ ട്രാൻസ്മിഷന് പോസിബിളായത് നമുക്ക് ഈ അയണോസ്ഫിയർ. അപ്പോൾ നമുക്കിവിടെ വേറെ മൂണിലോ മറ്റ് പ്ലാനറ്റുകളിലോ ഒന്നും പോയി അത് പറ്റില്ല, കാരണം അവിടെ അയണോസ്ഫിയർ ഇല്ല, അതുകൊണ്ട് നമുക്ക് പറ്റില്ല. അപ്പോൾ ഭൂമിയിൽ റേഡിയോ സിഗ്നൽ ട്രാൻസ്മിഷന് കാരണമാകുന്നത് ബിക്കോസ് ഓഫ് ദി അയോൺസ് പ്രസൻറ്റ് ഇൻ അയണോസ്ഫിയർ ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് അയണോസ്ഫിയർ. എന്താണ്? ഇറ്റ് ഈസ് ദ 4th ലെയർ എബവ് ദ മീസോസ്ഫിയർ, എക്സ്റ്റെൻഡ് അപ് ടു 500 കിലോമീറ്റർ ഫ്രം സീ ലെവൽ, ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് മേജർ അയോൺസ് സച്ച് ആസ് O2+, O+, NO+, etc. Why these ions are produced? These ions are produced by reaction of high energy radiations with the atoms. Okay, and it protects us from harmful cosmic rays. Only because of the ions present in ionosphere, radio signal transmission in earth is possible. And the last layer is exosphere. Okay, so exosphere endana? The last layer, that is the outermost layer. നമ്മൾ അറ്റ്മോസ്ഫിയറിൻ്റെ ഔട്ടർമോസ്റ്റ് ലെയറാണ്. ഈ 500 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഒരു 16,000 നോക്കും ഇവിടേക്കൊക്കെ എത്തും അല്ലേ, ഒരു 16,000 കിലോമീറ്റർ 1600 കിലോമീറ്റർ വരെയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ആ റീജിയനെ പറയുന്ന പേരാണ്, ഏറ്റവും ഔട്ടർമോസ്റ്റ് ലെയറാണ് എക്സോസ്ഫിയർ. സോ നമ്മൾ സീ ലെവലിൽ നിന്ന് ഒരു 1600 കിലോമീറ്റർ വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ലെയറാണ് എക്സോസ്ഫിയർ. ഇറ്റ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ. എക്സോസ്ഫിയർ ഈസ് ദ ഔട്ടർ മോസ്റ്റ്, അല്ലെങ്കിൽ നമുക്ക് അപ്പർ ലെയർ എന്ന് പറയാം അല്ലേ. അറ്റ്മോസ്ഫിയറിൻ്റെ ഏറ്റവും അപ്പർ ലെയറിനെ പറയുന്ന പേരാണ് അറ്റ്മോസ്ഫിയർ. ഇറ്റ് എക്സ്റ്റെൻഡ്സ് അപ് ടു 1600 kilometer from sea level. Okay, and gradually merges with the outer space. നമ്മുടെ സ്പേസിലേക്ക് അതിങ്ങനെ മെർജ് ചെയ്ത് കിടക്കുന്നു. ഓക്കെ, അറ്റ്മോസ്ഫിയർ അങ്ങനെ അതിൽ മെർജ് ചെയ്ത് അലിഞ്ഞ് ചേരുകയാണ് സ്പേസിലായിട്ട്. ഓക്കെ, സോ ഇറ്റ് ഈസ് എക്സ്റ്റെൻഡ് അപ് ടു 1600 kilometer and merges with the outer space. And its major constituents are hydrogen and helium. Helium hydrogen ആണ് കൂടുതലുള്ളത്. ഓക്കെ, ഹിയർ ഓൾസോ ദ ടെമ്പറേച്ചർ ഇൻക്രീസസ്. ഹൈറ്റ് കൂടുന്തോറും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുക, കാരണം സണ്ണിൻ്റെ അടുത്തേക്ക് വരും അല്ലേ, സണ്ണിനോട് അടുത്ത് കിടക്കുന്ന റീജിയൻ ആയിരിക്കും അല്ലേ. അപ്പോൾ ആസ് ദ ഹൈറ്റ് ഇൻക്രീസസ് ടെമ്പറേച്ചർ ഇൻക്രീസ്. ഇവിടെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കുറയുക തന്നെ ചെയ്യുന്നത്. പക്ഷേ എക്സോസ്ഫിയറിൽ ആസ് ഹൈറ്റ് ഇൻക്രീസസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് ബിക്കോസ് ദാറ്റ് ബിക്കം മോർ ക്ലോസ് ടു എർത്ത്, ക്ലോസ് ടു സണ്ണിന് ക്ലോസ് ആകുമ്പോൾ എന്തായാലും ടെമ്പറേച്ചർ കൂടുക ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് അബൌട്ട് എക്സോസ്ഫിയർ. സോ വി ഹാവ് 5 regions: troposphere, stratosphere, mesosphere, ionosphere and exosphere. Next topic of study is tropospheric pollution and stratospheric pollution. In the tropospheric pollution,
It is the contamination of troposphere by undesirable substances and have adverse effect on plants, animals and human beings അല്ലേ. അപ്പോൾ ട്രോപ്പോസ്ഫിയറിൽ കണ്ടാമിനേറ്റ് ആവുന്ന പ്രോസസ്സാണ് ട്രോപ്പോസ്ഫെറിക് പൊല്യൂഷൻ. ഇറ്റ് ഈസ് ദ കണ്ടാമിനേഷൻ ഓഫ് ട്രോപ്പോസ്ഫിയർ ബൈ അൺഡിസൈറബിൾ സബ്സ്റ്റൻസസ് ദാറ്റ് ഹാവ് അഡ്വേഴ്സ് എഫക്റ്റ് ഓൺ പ്ലാന്റ്സ്, animals and human beings. Then what is stratospheric pollution? It is the contamination of substance, undesirable substance in the stratosphere and have adverse effect അല്ലേ. അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രാറ്റോസ്ഫെറിക് പൊല്യൂഷനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ എഴുതേണ്ടത് ഓസോൺ ഡിപ്ലീഷൻ ആണ്. ആൻഡ് ഇമ്പോർട്ടൻറ്റ് സ്ട്രാറ്റോസ്ഫെറിക് പൊല്യൂഷൻ ഈസ് ഓസോൺ ഡിപ്ലീഷൻ. ഓക്കെ, ഇത് രണ്ടും നമ്മളിനി പഠിക്കും. അപ്പോൾ അവിടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഇലാബറേറ്റ് ചെയ്തിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, സ്ട്രാറ്റോസ്ഫെറിക് പൊല്യൂഷനെ കുറിച്ച് പറഞ്ഞാൽ ഓസോൺ ഡിപ്ലീഷനൊക്കെയാണ് എഴുതേണ്ടത്. ദെൻ ട്രോപ്പോസ്ഫെറിക് പൊല്യൂഷൻ നമ്മൾ വേരിയസ് പൊല്യൂഷൻസ് ഇനി ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ട്രോപ്പോസ്ഫെറിക് പൊല്യൂഷൻ ആൻഡ് സ്ട്രാറ്റോസ്ഫെറിക് പൊല്യൂഷൻ. നെക്സ്റ്റ് വി വാണ്ട് ടു സ്റ്റഡി എയർ പൊല്യൂഷൻ. എയർ പൊല്യൂഷൻ അതാണ് നമ്മളെ ചാപ്റ്റർ അല്ലേ, എയർ പൊല്യൂഷൻ. അപ്പോൾ എന്താ എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ എന്ന് പറഞ്ഞു. എന്താണ്? കണ്ടാമിനേഷൻ ഓഫ് അൺഡിസൈറബിൾ സബ്സ്റ്റൻസ് ഓൺ എനി പാർട്ട് ഓഫ് അവർ എൻവയോൺമെൻറ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടാമിനേഷൻ ഓഫ് അൺഡിസൈറബിൾ സബ്സ്റ്റൻസ് ഓൺ എയർ. എയറിൽ ഉണ്ടാവുന്നതാണ് എയർ പൊല്യൂഷൻ അല്ലേ. യൂഷ്വലി ബൈ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആണ് ആൻഡ് ഹാവ് അഡ്വേഴ്സ് ഓർ ഡിട്രിമെൻ്റൽ എഫക്ട്സ് ഓൺ ലിവിങ് തിങ്സ് ആൻഡ് എൻവയോൺമെൻറ്റ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എയർ പൊല്യൂഷൻ. So what is air pollution? It is the contamination of air by undesirable substances having detrimental or adverse effects on living things or environment. That is termed as air pollution. Then what is air pollutant? The substances that causes air pollution. The substance ആവാം, ഒരു ഏജന്റ് ആവാം, ഫാക്ടർ ആവാം എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. So the substances, agent or factor that causes air pollution is termed as air pollutants. Okay, and the air pollutants are classified into two categories. They are, first one, gaseous air pollutants. Gaseous air pollutants. എന്താ എയർ പൊല്യൂട്ടൻ മനസ്സിലായില്ലേ? എയർ പൊല്യൂഷന് കാരണമാവുന്നവരെ നമ്മൾ എയർ പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. അത് രണ്ട് തരത്തിലുണ്ട്. ഗ്യാഷ്യസ് എയർ പൊല്യൂട്ടൻ, ആദ്യം അതെന്താ നോക്കാം. ഗ്യാഷ്യസ് എയർ പൊല്യൂട്ടൻ മീൻസ് ദാറ്റ് ആർ ഗ്യാസസ് ആയിരിക്കും. എക്സാമ്പിൾ, ഓക്സൈഡ്സ് ഓഫ് കാർബൺ, COX എന്ന് നമ്മൾ കൊടുക്കുക കേട്ടോ. എക്സ് ക്യാൻ ബി 2 ആവാം, O1 ആവാം. ഓക്കെ, അപ്പോൾ COX, ഓക്സൈഡ്സ് ഓഫ് കാർബൺ, ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ, ഓക്സൈഡ്സ് ഓഫ് സൾഫർ. മേജർ ആയിട്ടുള്ള ആൾക്കാരെയാണ് പറയുന്നത് കേട്ടോ. ദാറ്റ് ആർ ഗ്യാസസ് ആൻഡ് ക്യാൻ ബി ഓക്സൈഡ്സ് ഓഫ് കാർബൺ, ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ, ഓക്സൈഡ്സ് ഓഫ് സൾഫർ ആൻഡ് ഹൈഡ്രജൻ സൾഫൈഡ്. അതൊരു ഗ്യാസാണ്. നിങ്ങൾക്കറിയോ, കെമിസ്ട്രി ലാബിൽ നിന്ന് ചിലപ്പോൾ ഭയങ്കര ഒരു സ്മെല്ല് വരാറുണ്ട് അല്ലേ. റോട്ടൺ എഗ്ഗിൻ്റെ സ്മെല്ലാണ്. അതിന് കാരണം H2S, ഹൈഡ്രജൻ സൾഫൈഡ് ആണ് കേട്ടോ. സോ ഇതൊരു എയർ പൊല്യൂട്ടൻ്റ് ആണ്. ദെൻ ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫാമിലി ഉണ്ട്, ഹൈഡ്രോ കാർബൺസ്. സോ ഇതെല്ലാം ഗ്യാസസ് ആണ് ദാറ്റ് ആർ റെസ്പോൺസിബിൾ ഫോർ എയർ പൊല്യൂഷൻ. സോ ദ നെയിം gaseous air pollutants, and these are the examples: oxides of carbon, oxides of nitrogen, oxides of sulfur, hydrogen sulfide, hydrocarbons, etc. Then next ആൾക്കാരെ പറയുന്ന പേര് പെർട്ടിക്കുലേറ്റ് എയർ പൊല്യൂട്ടൻസ് ആണ്. ഇത് ഗ്യാഷ്യസ് എയർ പൊല്യൂട്ടൻസ്, ദേ ആർ ഗ്യാസസ്. പെർട്ടിക്കുലേറ്റ് എയർ പൊല്യൂട്ടൻസ് എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഡസ്റ്റ്, എന്താ ഡസ്റ്റ്? പൊടി പടലങ്ങൾ അല്ലേ. ദെൻ ഫ്യൂംസ്, പുക. ഓക്കെ, ദെൻ സ്മോക്ക് ഒക്കെ ഉണ്ട്, അതായത് കാർബൺ കണ്ടന്റ് ഉള്ളതിനെയൊക്കെ അത് പറയുന്നത്. ഓക്കെ, സോ ഇവരൊന്നും ഗ്യാസസ് അല്ല. ദ ഡസ്റ്റ് പാർട്ടിക്കിൾസ്, ഫ്യൂംസ്, മിസ്റ്റ്, ഓക്കെ, മഞ്ഞ് പോലെയുള്ള മിസ്റ്റ്, സ്മോഗ്, ഇതെല്ലാം എന്താണ്? പൊല്യൂഷന് കാരണമാവുന്നുണ്ട്. സോ ദീസ് ആർ ടേംഡ് ആസ് പെർട്ടിക്കുലേറ്റ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ദേ ആർ വേരിയസ് മെറ്റാലിക് പാർട്ടിക്കിൾസ് ആവാം. കുറച്ച് മെറ്റൽസ് നമ്മൾ എയറിൽ ഡിസ്പോസ് ചെയ്ത് കിടന്നു വെച്ചാൽ അതൊരു പൊല്യൂട്ടന്. മെറ്റാലിക്, നോൺ മെറ്റാലിക് ആയവരാവാം. ആൻഡ് ഓർഗാനിക് പർട്ടിക്കുലേറ്റ്സ് അതായിരിക്കും.
ഇതിനെയാണ് എന്ത് പറയുന്നത്? പെർട്ടിക്കുലേറ്റ് എയർ പൊല്യൂട്ടൻസ് പറയാം. ദേ ക്യാൻ ബി മെറ്റാലിക്, നോൺ മെറ്റാലിക് ആൻഡ് ഓർഗാനിക് പെർട്ടിക്കുലേറ്റ്സ്, ഡസ്റ്റ്, ഫ്യൂം, സ്മോഗ് ഇതിനൊക്കെയാണ് പെർട്ടിക്കുലേറ്റ് എയർ പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. ഇത് ഗ്യാസ് അല്ല. ഓക്കെ, അവർ മെറ്റാലിക് ആവാം, നോൺ മെറ്റാലിക് ആവാം, ഓർഗാനിക് ആവാം. അത്തരം പൊല്യൂട്ടൻസിനെയാണ് എന്ത് പറയുന്നത്? പെർട്ടിക്കുലേറ്റ് എയർ പൊല്യൂട്ടൻസ്. സോ എയർ പൊല്യൂട്ടൻസ് എന്ന് പറഞ്ഞാൽ ദ സബ്സ്റ്റൻസസ് ദാറ്റ് കോസസ് എയർ പൊല്യൂഷൻ ആൻഡ് ആർ ഓഫ് 2 types, gaseous air pollutant and particulate air pollutants. And you know, ഈ gaseous air pollutants വേണമെങ്കിൽ particulate air pollutants ഉണ്ടാക്കാം. ഈ ഗ്യാസ് കാരണം സ്മോക്കും സ്മോഗൊക്കെ ഉണ്ടാവാം. ഓക്കെ, സോ ദാറ്റ് gaseous air pollutant can cause the particulate pollutants like smog. And you know, carbon monoxide ഒന്നാമതാണ് കാർബൺ മോണോക്സൈഡ്, then nitrogen oxide NOx, then oxides of sulfur SOx, then hydrocarbons, then particulates, ഈ സ്മോക്ക് particulates. ഓക്കെ, ഇവരാണ് മേജർ ദാറ്റ് ഈസ് പ്രൈമറി പൊല്യൂട്ടൻസ് ഓഫ് എയർ പൊല്യൂഷൻ. ഇതാണ് ഈ 5 പേരാണ് പ്രൈമറി പൊല്യൂട്ടൻസ് എന്ന് നമ്മൾ പറയുന്നത്. കാർബൺ മോണോക്സൈഡ്, ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ, ഓക്സൈഡ്സ് ഓഫ് സൾഫർ, ഹൈഡ്രോകാർബൺസ് ആൻഡ് പെർട്ടിക്കുലേറ്റ്സ് ആർ ദ primary pollutants that causes air pollution. 90% എയർ പൊല്യൂഷനുള്ള കാരണം ഇവരാണ്. അപ്പോൾ ഇവരെക്കുറിച്ച് നമുക്കിനി കൂടുതൽ പഠിക്കണം. സോ ദീസ് ആർ ദ പ്രൈമറി എയർ പൊല്യൂട്ടൻസ്. Next, the sources of air pollution. What are the major sources? And the sources may be natural and anthropogenic. Anthropogenic means man-made, right? Anthropogenic, that means man-made. nammal karanam. Okay, so the sources of air pollution are that is natural sources and anthropogenic sources. നാച്ചുറൽ സോഴ്സസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ നാച്ചുറൽ? വോൾക്കാനിക് ആക്ഷൻ ടീച്ചർ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അഗ്നിപർവ്വത സ്ഫോടനമൊക്കെ ഉണ്ടാകുമ്പോൾ കുറേ ഗ്യാസ്, ഹൈഡ്രജൻ സൾഫൈഡും ഓക്സൈഡ്സ് ഓഫ് സൾഫർ, കാർബൺ ഡൈ ഓക്സൈഡൊക്കെ പുറത്ത് വരുന്നുണ്ട്. ദെൻ ഫോറസ്റ്റ് ഫയർ. ഓക്കെ, ഭയങ്കരമായിട്ടുള്ള ചൂട് കാലത്ത് തനിയെ കത്തും ഫോറസ്റ്റ്, അപ്പോൾ അപ്പോഴൊക്കെ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് വരുന്നുണ്ട്. ഓക്കെ, സോ നാച്ചുറൽ sources can cause air pollution. Then what is mean by anthropogenic or man-made? An important thing is automobile exhaust. നമുക്ക് വാഹനമില്ലാത്തൊരു കാലത്തെക്കുറിച്ച് ചിന്തിക്കാനേ പറ്റില്ല. ബട്ട് ഇറ്റ് വിൽ കോൺട്രിബ്യൂട്ട് 90%ഉം എന്താ ഉണ്ടാക്കുന്നത്? ഓട്ടോമൊബൈൽ എക്സോസ്റ്റ് ഗ്യാസസ് ആണ്. ദെൻ ഇൻഡസ്ട്രിയൽ ഇൻഫ്ലുവൻസ്, വേരിയസ് ഇൻഡസ്ട്രീസിൽ നിന്ന് കിട്ടുന്ന ഇൻഫ്ലുവൻസ്, ഓക്കെ, അതെല്ലാം ഗ്യാസ് എയർ പൊല്യൂഷന് കാരണമാകുന്നു. ദെൻ ടൊബാക്കോ സ്മോക്കിംഗ്, അത് ഒരു പ്രശ്നമാണ്. ദെൻ വേരിയസ് ഇൻഡസ്ട്രീസ്, അതർ ഇൻഡസ്ട്രീസ് എന്നുള്ളത്. ദെൻ പവർ പ്ലാന്റ്സ്, തെർമൽ പവർ പ്ലാന്റ്സ്, ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ്, അതിന്നൊക്കെ ഓരോ അൺവാണ്ടഡ് ഗ്യാസസ് പുറത്ത് വരുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ് ആർ ദ സോഴ്സസ് ഓഫ് എയർ പൊല്യൂഷൻ, നാച്ചുറൽ ആൻഡ് ആന്ത്രോപോജനിക്. അതിൽ ഇവരെ കുറിച്ചിട്ട് നമുക്ക് കൂടുതൽ പഠിക്കാനുണ്ട്. ദെൻ ഓക്സൈഡ്സ് ഓഫ് കാർബൺ, നൈട്രജൻ, സൾഫർ, അതിൻ്റെയൊക്കെ എഫക്റ്റ്, വേരിയസ് ആഫ്റ്റർ മാസ് ഓഫ് എയർ പൊല്യൂഷൻ. ഓക്കെ, സോ നമ്മൾ നാച്ചുറൽ സോഴ്സസ് അല്ല ആന്ത്രോപോജനിക് ഓർ മാൻമെയ്ഡ് സോഴ്സസിനെ കുറിച്ചാണ് കൂടുതൽ പഠിക്കുന്നത്. സോ ഫസ്റ്റ് ഈസ് ഓട്ടോമൊബൈൽ എക്സോസ്റ്റ്. എന്താ ഓട്ടോമൊബൈൽ എക്സോസ്റ്റ്? വി നോ ദ ഓട്ടോമൊബൈൽസ് ആർ ഫ്യൂൽഡ് ബൈ പെട്രോൾ, ഡീസൽ. ഓക്കെ, അതെല്ലാം കത്തിയിട്ടാണ് വാഹനം ഓടുന്നത് അല്ലേ? സോ വാട്ട് വിൽ ഹാപ്പൻ? ഡ്യൂറിങ് ദെയർ ബേണിംഗ് ദേ വിൽ റിലീസ് ലാർജ് എമൗണ്ട് ഓഫ് പോയ്സണസ് ഗ്യാസസ് ആൻഡ് ഓൾസോ particulate matter into the atmosphere, and it is responsible for more than 55% of air pollution. നമ്മൾക്ക് കാണുന്ന എയർ പൊല്യൂഷൻ്റെ more than 55%ഉം ഓട്ടോമൊബൈൽ എക്സോസ്റ്റ് കാരണമാണ് ഉണ്ടാകുന്നത്. So the automobile vehicles fueled by petrol and diesel etc. will release large amount of poisonous gases and particulate matter into atmosphere, and it is responsible for more than 55% of air pollution. And we want to check what are the main constituents. ഈ ഓട്ടോമൊബൈൽ എക്സോസ്റ്റിലുള്ള വില്ലന്മാർ ആരൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ആൻഡ് ഫസ്റ്റ് വൺ ഈസ് കാർബൺ മോണോക്സൈഡ്.
കാർബൺ മോണോക്സൈഡ്, അതിനെ നമ്മൾ CO എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുക. കാർബൺ ഡൈഓക്സൈഡ് CO2, കാർബൺ മോണോക്സൈഡ് CO. ഓക്കെ, എങ്ങനെയാണ് ഈ കാർബൺ മോണോക്സൈഡ് ഉണ്ടാവുന്നത്? ഇറ്റ് ഈസ് ഡ്യൂ ടു ഇൻകംപ്ലീറ്റ് കമ്പസ്റ്റൻ. നന്നായിട്ട് കത്താതെ ഇൻകംപ്ലീറ്റ് ആയിട്ടാണ് കത്തുന്നത് എങ്കിലാണ് കാർബൺ മോണോക്സൈഡ് ഫോം ചെയ്യുക. ശരിയായി കത്തുകയാണെങ്കിൽ എല്ലാ ഫ്യൂലും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആയിട്ടാണ് മാറുന്നത്. ഇൻകംപ്ലീറ്റ് കമ്പസ്റ്റൻ ലീഡ്സ് ടു ദ പ്രൊഡക്ഷൻ ഓഫ് കാർബൺ മോണോക്സൈഡ്. വെരി ഡേഞ്ചറാണ് കാർബൺ മോണോക്സൈഡ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ റീസൺ ആൻഡ് ദിസ് ഈസ് ദ കൺസ്റ്റിറ്റ്യൂവൻറ്റ്. പിന്നത്തെ വില്ലൻ എന്ന് പറയുന്നത് സൾഫറിൻ്റെ ഓക്സൈഡ്സ് ആണ്. The automobile exhaust contains sulfur oxides. They are രണ്ട് പ്രധാനപ്പെട്ട SO2ഉം SO3യും. SO2 പറഞ്ഞാൽ സൾഫർ ഡയോക്സൈഡ്, ഇത് സൾഫർ ട്രയോക്സൈഡ്. And this is due to the combustion due to sulfur content. നമ്മളുടെ ഫ്യൂവൽ പെട്രോളിലും ഡീസലും ഒരു സൾഫർ ഉണ്ട് എങ്കിൽ that will lead to the production of SO2 and SO3. ഓക്കെ, കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേൺ ചെയ്യുക പറഞ്ഞാൽ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യുക എന്ന അർത്ഥം. ഓക്കെ, അപ്പോൾ നമ്മൾ സൾഫർ ഉണ്ടെങ്കിൽ സൾഫർ വിൽ കൺവേർട്ടഡ് ടു SO2 ആൻഡ് SO3. സോ ദീസ് ആർ പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് സൾഫർ ഇൻ ഫ്യൂൽസ്. അപ്പോൾ ഈ പെട്രോൾ ഡീസൽ ഇൻഡസ്ട്രിക്കാരൊക്കെ സൾഫറിനെ റിമൂവ് ചെയ്താലും സ്വല്പം സൾഫർ അതിലുണ്ടാവും. ദാറ്റ് വിൽ ലീഡ്സ് ടു ദ പ്രൊഡക്ഷൻ ഓഫ് SO2, SO3 എക്സെട്ര. ഓക്കെ, പിന്നെയുള്ള ആൾക്കാരാണ് നൈട്രജൻ ഓക്സൈഡ്സ്. ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ഓക്സൈഡ്സ് പ്രധാനമായിട്ട് NO ആൻഡ് NO2. നൈട്രിക് ഓക്സൈഡും നൈട്രജൻ ഡയോക്സൈഡും. ഇവരുണ്ടാവുന്നത് ഹൈ ടെമ്പറേച്ചർ കമ്പസ്റ്റനാണ്. ഹൈ ടെമ്പറേച്ചർ കമ്പസ്റ്റൻ, നല്ല ടെമ്പറേച്ചറിലാണ് ഈ ഫ്യൂവൽ ബേൺ ചെയ്യുന്നത് എങ്കിൽ ദാറ്റ് വിൽ ലീഡ്സ് ടു ദ പ്രൊഡക്ഷൻ ഓഫ് NO ആൻഡ് NO2. ഓക്കെ, സോ ഇവരുടെ പ്രസൻസും എയർ പൊല്യൂഷന് കാരണമാവും. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് അൺബേൺഡ് ഹൈഡ്രോകാർബൺസ്. അൺബേൺഡ് ഹൈഡ്രോകാർബൺസ്. ഈ പെട്രോള് ഡീസല് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോ കാർബൺസ് ആണ്. അതിൽ കാർബണും ഹൈഡ്രജനും മാത്രമുള്ള കോമ്പൗണ്ട്സ് ആണ് പെട്രോള് ഡീസൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവർ കത്തിക്കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആണ് ആവുക. പക്ഷേ കത്താതെ നമ്മളുടെ എൻജിന് വല്ല ലീക്കൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതിങ്ങനെ അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ ദാറ്റ് വിൽ ലീഡ്സ് ടു എയർ പൊല്യൂഷൻ. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് പെർട്ടിക്കുലേറ്റ് മാറ്റർ. എന്താ പെർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറഞ്ഞാൽ ഈ പുക, വാഹനങ്ങൾ കത്തുമ്പോൾ ഉണ്ടാവുന്ന സ്യൂട്ട്, പിന്നെ മറ്റു വോളട്ടൈൽ കോമ്പൗണ്ട്സൊക്കെ എന്ത് കാരണമാകുന്നു? എയർ പൊല്യൂഷന് കാരണമാവുന്നു. ദെൻ ലെഡ്, അതായത് ഈ അൺലെഡഡ് പെട്രോളൊക്കെ ഉണ്ട്. ലെഡ് ഉള്ള പെട്രോളിൽ നിന്ന് ലെഡൊക്കെ നമ്മൾ അറ്റ്മോസ്ഫിയറിൽ വരുന്നു. സോ ദീസ് ആർ ദ മേജർ പൊല്യൂട്ടൻസ് ഡ്യൂ ടു ഓട്ടോമൊബൈൽ എക്സോസ്റ്റ്. ഇത് ഏതൊക്കെയാണ്, എന്താണ് റീസൺ എന്ന് കൂടി പഠിച്ചു വയ്ക്കുക. ഓക്കെ, സോ നമ്മൾ ഇൻഡസ്ട്രിയൽ ഓട്ടോമൊബൈൽ എക്സോസ്റ്റ് പഠിച്ചു അല്ലേ? സോ ദ പ്രസൻസ് ഓഫ് ദീസ് ഇൻ എയർ ആർ വെരി ഇൻജൂറിയസ് ടു അവർ ഹെൽത്ത്. നമ്മളുടെ ഹെൽത്തിന് ഇൻജൂറിയസ് ആണ് പ്ലാന്റ്, ആൻഡ് ഇറ്റ് കോസസ് സം അഡ്വേഴ്സ് പ്രോബ്ലംസ് ഇൻ പ്ലാന്റ്സ്, അനിമൽസ് ആൻഡ് ഹ്യൂമൻ ബീയിങ്സ്. ആൻഡ് യു നോ ദ പ്രസൻസ് ഓഫ് ദീസ് ഗ്യാസസ് കോസസ് അനദർ എഫക്റ്റ് ലൈക്ക് സ്മോഗ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോസസ്സ് ഉണ്ട്, അത് നിങ്ങൾ പഠിക്കും. ദെൻ ആസിഡ് റെയിൻ, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ആസിഡ് റെയിന്. അപ്പോൾ ഇവരെല്ലാവരും പൊല്യൂട്ടൻസ് ആണ്, ഇവർക്കെല്ലാം പ്രശ്നങ്ങളുണ്ട്. കൂടാതെ ഇവർ സെക്കൻഡറി പൊല്യൂഷന് കാരണമാവും. ആസിഡ് റെയിൻ എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി പൊല്യൂഷൻ അതായത് ഇവർ ആസിഡ് റെയിൻ ഉണ്ടാക്കുന്നു. ഓക്കെ, സോ ഇവരെല്ലാം സ്വയം പൊല്യൂട്ടൻസ് ആണ്, കൂടാതെ മറ്റു പൊല്യൂഷനും ഇവർ കാരണമാവുന്നുണ്ട്, സെക്കൻഡറി പൊല്യൂഷനും കാരണമാവും. ആൻഡ് the presence of higher concentration of these in the atmosphere causes severe problems. Next we want to deal with industrial effluents. And the industrial effluents are various factories and industries such as chemicals ഉണ്ടാക്കുന്ന industries, paint industries, paper industries, cotton industries, then pharmaceutical industries, then നമ്മളുടെ
ക്ലോത്ത് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രീസ്, അങ്ങനെ പല ഇൻഡസ്ട്രീസ് ഉണ്ട് അല്ലെ, വേരിയസ് ഇൻഡസ്ട്രീസ് ഉണ്ട്. ആൻഡ് ദാറ്റ് ആർ റെസ്പോൺസിബിൾ, ദാറ്റ് വിൽ റിലീസ് ലാർജ് എമൗണ്ട് ഓഫ് ദീസ് ടൈപ്സ് ഓഫ് ഗ്യാസസ് ടു ദി അറ്റ്മോസ്ഫിയർ ആൻഡ് ഈസ് റെസ്പോൺസിബിൾ ഫോർ അബൌട്ട് 10-20% എയർ പൊല്യൂഷൻ. സോ 10-20% എയർ പൊല്യൂഷനും കാരണം ആരാണ്? ഇൻഡസ്ട്രിയൽ ഇൻഫ്ലുവൻസ്. മോർ ദാൻ 55% എയർ പൊല്യൂഷന് കാരണം ഓട്ടോമൊബൈൽ എക്സോസ്റ്റ് ആണ്. ആൻഡ് 10-20% പൊല്യൂഷൻ ഈസ് ഡ്യൂ to industrial influence. Various industries and factories like chemical, paint, paper, petroleum, then metallurgical industries, then pharmaceutical industries that will release large amount of gases into the atmosphere and are responsible for about 10-20% of air pollution. Okay. And these industries release the gases like carbon monoxide, oxides of sulfur, then hydrogen sulfide, oxides of nitrogen like NO, NO2, etc. and also particulate matter. എന്താ particulate എന്ന് പറഞ്ഞാൽ ഗ്യാസ് അല്ലാതെ ഇങ്ങനെ സൂട്ട് അല്ലേ, പുക പടലങ്ങൾ, ഡസ്റ്റ് പാർട്ടിക്കിൾസ്, അതിനെയൊക്കെ നമ്മൾ ഈ ഇൻഡസ്ട്രീസ് അറ്റ്മോസ്ഫിയറിലേക്ക് വിടുന്നുണ്ട് അല്ലേ. സോ ദീസ് ആർ ഇൻഡസ്ട്രിയൽ ഇൻഫ്ലുവൻസ് ആൻഡ് ഇറ്റ്സ് റെസ്പോൺസിബിൾ ഫോർ 10-20%. ആൻഡ് ദ പ്രസൻസ് ഓഫ് ദം ഇൻ ദി atmosphere is very dangerous to the living organisms. And also this will produce the secondary consequences such as smog and acid rain. So that is about industrial influence. നെക്സ്റ്റ് മാൻ-മെയ്ഡ് സോഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക് പവർ പ്ലാന്റ്സ് ആണ്. ഇലക്ട്രിക് പവർ പ്ലാന്റ്സ്, അതായത് നമ്മൾ തെർമൽ എനർജിയെ നമുക്ക് ഇലക്ട്രിക്കൽ എനർജി ആക്കാൻ പറ്റും. സോ തെർമൽ പവർ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൽക്കരിയില്ലേ കുട്ടികളെ, ആ കൽക്കരി കത്തിച്ചിട്ട് ആ എനർജിയെ നമുക്ക് ഇലക്ട്രിസിറ്റി ആക്കി പറ്റും. അപ്പോൾ ആ തെർമൽ പവർ പ്ലാന്റ്സിൽ കൽക്കരിയെ ബേൺ ചെയ്യുന്നത്. ദറ്റ് കോൾ മേ കണ്ടെയ്ൻ സൾഫർ ഉണ്ടായിരിക്കും. സോ ബേൺ നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? ദാറ്റ് വിൽ റിലീസ് SO2, SO3 ഒക്കെ ഉണ്ടാവും. സോ ദാറ്റ് വിൽ ലീഡ്സ് ടു എയർ പൊല്യൂഷൻ. അപ്പോൾ ഇലക്ട്രിക് പവർ പ്ലാന്റ്സിൽ കോൾ യൂസ് ചെയ്യുമ്പോൾ അതിലുള്ള സൾഫറൊക്കെ കൺവേർട്ട് ചെയ്യും SO2, SO3 ആയിട്ട് ആൻഡ് ക്യാൻ ഹാവ് മേജർ ഹസാർഡസ് ഫോർ ഹ്യൂമൻ ലൈഫ്. ഓക്കെ, ആൻഡ് വി ഹാവ് സം അതർ സോഴ്സസ് എന്ന് പറയാം നമുക്ക്. മാൻ-മെയ്ഡ് സോഴ്സസ് തന്നെയാണ് അതർ സോഴ്സസ് ഓഫ് എയർ പൊല്യൂഷൻ. ആൻഡ് ദ ഫസ്റ്റ് തിങ് ഈസ് ഇൻസിനറേഷൻ ഓഫ് ഡൊമസ്റ്റിക് വേസ്റ്റ്. ഇൻസിനറേഷൻ ഓഫ് ഡൊമസ്റ്റിക്, നമ്മുടെ വീട്ടിൽ എന്താ ചെയ്യുക? പ്ലാസ്റ്റിക്കും ഇതൊക്കെ എല്ലാം പിന്നെ വേസ്റ്റൊക്കെ ഒരു ദിവസം കിടന്ന് കത്തിക്കും അല്ലേ. അപ്പോൾ നോക്കൂ, ലാർജ് എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈ പ്ലാസ്റ്റിക്കൊക്കെ ബേൺ ചെയ്യുമ്പോൾ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസ് ഒക്കെ നമ്മൾ അറ്റ്മോസ്ഫിയറിൽ റിലീസ് ചെയ്യപ്പെടും. സോ ഇൻസിനറേഷൻ ഓഫ് ഡൊമസ്റ്റിക് വേസ്റ്റ് ദാറ്റ് ലീഡ്സ് ടു എയർ പൊല്യൂഷൻ. പിന്നെ യൂസ് ഓഫ് ഫ്രയോൺസ്, കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഫ്രയോൺസ്, റെഫ്രിജറേറ്റർ, AC, അതിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഫ്രയോൺസ്. ആൻഡ് ദേ ആർ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഫോർ ഓസോൺ ഡിപ്ലീഷന് കാരണമാകുന്ന പ്രധാനപ്പെട്ട വില്ലന്മാരാണ് ഫ്രയോൺസ്. ഓക്കെ, അപ്പോൾ നമ്മൾ AC, റെഫ്രിജറേറ്ററിലൊക്കെ അത് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, ദെൻ ഇലക്ട്രിക് പവർ ജനറേറ്ററുകളിൽ നിന്നൊക്കെ ഈ അൺവാണ്ടഡ് ഗ്യാസ് വരുന്നുണ്ട്. ദെൻ ടൊബാക്കോ സ്മോക്കിംഗ് വഴി നമ്മൾ കണ്ടു അൺവാണ്ടഡ് ഗ്യാസ് അല്ലെങ്കിൽ സ്മോക്കൊക്കെ നമ്മൾ റിലീസ് ചെയ്യുന്നു. ടൊബാക്കോ സ്മോക്കിംഗ് ക്യാൻ കോസ് എയർ പൊല്യൂഷൻ. പിന്നെ വരുന്നത് ഇൻഡസ്ട്രി, ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ്, അതിൻ്റെയൊക്കെ ഇൻഡസ്ട്രീസ് ദാറ്റ് വിൽ റിലീസ് ലാർജ് എമൗണ്ട് ഓഫ് ഇൻഫ്ലുവൻസ് ടു ദി അറ്റ്മോസ്ഫിയർ. ദെൻ വിയർ ആൻഡ് ടിയർ ഓഫ് ആസ്ബസ്റ്റോസ് ഷീറ്റുകളൊക്കെ യൂസ് ചെയ്യുന്നത് വളരെ പ്രശ്നമുള്ളതാണ്. ഓക്കെ, ദെൻ ഡിമോളിഷൻ ഓഫ് ബിൽഡിങ്സ്. ഓക്കെ, നമ്മളന്ന് കണ്ടു അല്ലേ കൊച്ചിയിലെ ഡിമോളിഷൻ ഓഫ് ബിൽഡിങ്സ് ഡിമോളിഷ് ചെയ്യുമ്പോൾ വളരെയധികം ഈ പുകകളും മറ്റ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ നമ്മൾ അറ്റ്മോസ്ഫിയറിൽ സ്പ്രെഡ് ചെയ്യും. ഓക്കെ, സോ ദാറ്റ് വിൽ ലീഡ്സ് ടു എയർ പൊല്യൂഷൻ. ആൻഡ് അനദർ വാർസ് ആൻഡ് ടെററിസ്റ്റ് ആക്ടിവിറ്റീസ്. ഓക്കെ, ടെററിസ്റ്റിൻ്റെ ആക്ടിവിറ്റി, ബോംബ് സ്ഫോടനങ്ങളൊക്കെ നടക്കുമ്പോഴൊക്കെ എയർ പൊല്യൂഷൻ കാണും. സോ ദീസ് ആർ ദ അതർ സോഴ്സസ് ഓർ ഇൻസിനറേഷൻ ഓഫ് ഡൊമസ്റ്റിക് വേസ്റ്റ്, യൂസ് ഓഫ് ഫ്രയോൺസ് ഇൻ റെഫ്രിജറേറ്റർ, ഇലക്ട്രിക് പവർ പ്ലാന്റുകളുടെ ഉപയോഗം, ടൊബാക്കോ സ്മോക്കിംഗ്, ഫെർട്ടിലൈസർ ഇൻഡസ്ട്രീസ്, വിയർ ആൻഡ് ടിയർ ഓഫ് ആസ്ബസ്റ്റോസ്, ഡിമോളിഷൻ ഓഫ് ബിൽഡിങ്സ്, വാർസ്, ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് etc. will release air pollutants to the air and have adverse effect on human beings, animals and plants and also to the environment itself.